ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അമ്മു ഇന്നലെ വന്നിന്. അമ്മു ഇപ്പോൾ 6-ാം തീയതി എന്തോ ബർത്ത്ഡേ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വന്നിന്. അങ്ങനെ എനിക്ക് കുറച്ച് സുഖം ഉണ്ടായിട്ടില്ല. അതെ, ഗീതക്ക് കാല് വേദന. അങ്ങനെ അമ്മു വന്നത് നല്ലതായി. അതെ, പിന്നെ അങ്ങനെ ഇന്ന് അമ്മു നാനും കൂടിയിട്ട് ഒരു കഞ്ഞിയും ഒരു ഉപ്പേരി ഉപ്പേരിൻ്റെ ഒരു ഉപ്പേരിയൊക്കെ നമ്മളെ ഇവിടെ നട്ടു വെച്ചിനല്ല. അതിലൊരു പീര ചെടി വന്നിന്. അതിൽ കുറെ പീര വിട്ടിന്. അപ്പം അതിന് പറിച്ചിട്ട് ഒരു കഞ്ഞി തിന്ന് പറിക്കല്ല. ഇതിലുണ്ടല്ലോ, അതവിടെ കാണണ്ടല്ലോ. ഇത് രണ്ട് കിട്ടി. പിന്നെ ഒരു ഉപ്പേരി കേട്ടാ അമ്മു. അടിപൊളി അല്ല. ഇന്നൊരു നമുക്ക് വെറവും കഞ്ഞിയും ചമ്മന്തിയും ഉച്ചക്ക്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും എടുക്കാം. ഉള്ളി എടുക്കാം. ഉള്ളി 2 എടുക്കാം. അപ്പോൾ ലേശം തേങ്ങ ചേർക്കാം. വറവുണ്ടത്. അപ്പോൾ വീട്ടില് പെണ്ണുങ്ങൾക്ക് സുഖമില്ലെങ്കിൽ ആണുങ്ങന്മാർക്ക് ഒരു പണി കിട്ടും. എളുപ്പമുള്ള ആൾക്കാണ്. എല്ലാ ദിവസവും അവരെ എടുക്കലല്ല. ഒരുമാതിരി സുഖമില്ലെങ്കിലും പാവം എടുക്കല് മതിയല്ലേ. എന്നാ മൂത്തിട്ടില്ല. നല്ല ഉണ്ടല്ലേ. കുഞ്ഞു കുഞ്ഞായിട്ട് മുറിക്കണം അല്ലേ. ചെറുതായിട്ട് പീസാക്കിയിട്ട് മുറിക്കണം. നല്ല ടേസ്റ്റ് അല്ലേ വലുത്. ഇത് കർണാടകത്തില് ഈ കർണാടക സൈഡല്ല, ബെണ്ണപ്പീര പറയും. അതെ അതെ, ബെണ്ണപ്പീര. കിണ്ണർ പീരുണ്ട് മാമല കിട്ടുന്ന അങ്ങനത്തെ ഒരു പാമ്പുണ്ട സൈസ്. അത് ചന്ദ്രല കിട്ടുന്ന അതിനെ കാട്ടി ടേസ്റ്റാ ഇത്. അതെ അതെ. അമ്മു അപ്പോഴത്തേക്ക് ഉള്ളിയും പച്ചമുളകെല്ലാം മുറിക്കണ്ടല്ലേ. പച്ചമുളകും ഉള്ളിയും കഴുകണ്ടല്ലേ. കഴുകിയിട്ട് മുറിച്ചാൽ പിന്നെ അത് മുറിച്ച് കഴിഞ്ഞാൽ വറവാക്കാം. കറണ്ട് ഇന്നില്ലല്ലേ വല്ലട്ടാ. അതെ, കറണ്ട് ചമ്മന്തി ഒന്ന് അരക്കണമെന്നുണ്ടായി. അപ്പൊ നോക്കുമ്പോ കറണ്ട് ഒന്നുമില്ല. അപ്പൊ നമുക്ക് അതിനൊരു ഐഡിയ ഉണ്ട്. കറണ്ട് ഇല്ലാത്ത കാലത്തിൽ നമ്മുടെ അമ്മയുടെ ഉള്ളിലാക്കി ഉണ്ടല്ലോ, മുളക് ചൂടാ. മുളക് ചുട്ടിട്ട് പുളി ഇട്ടിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് നല്ല നെക്കിയാൽ മതി. ചമ്മന്തി ലേശം ഉള്ളി പൊടി മുറിച്ചിട്ടാൽ മതി. വെളിച്ചെണ്ണയും വെളുത്തുള്ളി 2 പൊത്തിട്ടാൽ മതി. പുളിച്ചട്ടി. അതെ. ഉള്ളി ചെറുതായിട്ട് അരിയണം അല്ലേ. കൈ നോക്കിക്കുക. അപ്പൊ അമ്മ ഉള്ളി മുറിച്ചുകൊണ്ട് ഒരു പാട്ട് പാടും.
ಅವನಿಗೆ ನೀಡಿಬ ನಾ ಹೋಗಲು ಮಾತಾಡಲು ಈ ನಾಚಿಕೆ ಹಂಚಿಕೆ ಮುಂದಿದೆ ಓ ಮೇಘವೇ ಮೇಘವೇ ಹೋಗಿ ಬಾ ಈ ಓಲೆಯ ಅವಳಿಗೆ ನೀಡಿ ಬಾ ಮುಗಿಲ ಬಾನಗಳ ಓಲೆಯಲ್ಲಿ ಹೃದಯ ಇಡುವೆ ನೀಡಿರುವೆ ಓ ಗೆಳತಿ ಓದುವೆಯ ಮುಗಿಲ ಬಾನಗಳ ಓಲೆಯಲ್ಲಿ ಹೃದಯ ಇಡುವೆ ನೀಡಿರುವೆ ಓ ಗೆಳೆಯ ಓದುವೆಯ ಈ ಬೆಳ್ಳನೆ ಓಲೆಯ ಹೇಗೆ ನಾ ಓದಲೇ ಇದು ಓಲೆಯಲ್ಲ ಬರೆದುಕೋ ನನ್ನ ಜೀವನಿನದೇ ಎಂದುಕೋ ಮೇಘವೇ ಮೇಘವೇ ಹೋಗಿ ಬಾ ಈ ಓಲೆಯ ಅವಳಿಗೆ ನೀಡಿ ಬಾ സൂപ്പർ പാട്ട് സൂപ്പർ പാട്ട് സൂപ്പറായി പാട്ട് പാടാം രാമച്ചാരിയാടുവാ ലാലിയാട കീലവാ രാമച്ചാരിയാടുവാ ലാലിയാട കീലവാ ഈ ഭൂമി മേലെ ആടോ മായകാരനോ ചിത്താരമാടുവമാരോ ಬೆಳ್ಳಿಯಾಗಿ ಯಾರಿಯೋ ನಾವು ಈ ಭೂಮಿ ಬಾಳ್ಯಾರು ಬಾಯಗಾರನು ಚಿತ್ತಾರಮಾಡುವವನು ಕಾಡು ಸುತ್ತುವ അതിന്റെ മുമ്പിൽ ഞാനുണ്ട് ಕಾಲು ಹಿಟ್ಟರೆ ಸುತ್ತ ಕಲ್ಲು ಮುಳ್ಳಮ್ಮ ಅವನಿಗೆ ಯಾವುದು അടുപ്പ് കത്തിക്ക അതെ ഇതിൽ ചട്ടി ലേസ് ചൂടാവട്ടെ ലേസ് എണ്ണ വയ്ക്കാം പച്ചമുളക് മുറിച്ച് വെച്ചിന് കറിവേപ്പില എടുത്തിട്ടുണ്ട് ലേസ് ഉള്ളി ഉണ്ട് അങ്ങനെ ലേസ് തേങ്ങ ഉണ്ട് ഇത്ര നമുക്ക് വറവുന്നില്ല ഈ കീര കെട്ടി കഴുകണ്ടല്ലേ നമ്മളെ വീട് ആദ്യം തന്നെ കറണ്ട് ഉണ്ടെങ്കിലേ കറണ്ട് കറണ്ട് ഉണ്ടെങ്കിലേ ഇരുട്ട് അതെ കറണ്ട് ഇല്ലാത്തപ്പോ ഫുള്ള് ഇരുട്ടായി എണ്ണ വയ്ക്കാം ഒരു ഇത്ര എണ്ണ തീ ലേസ് കുറയ്ക്ക ലേസ് എണ്ണ വെച്ചിന് കടുക് എടുക്കാം ഇത്ര കടുകിടാം ഒരു ചെറിയ സ്പൂണില് അതെ പൊട്ടട്ടെ കറിവേപ്പില ഇട്ട് കറിവേപ്പില ഇട്ടാ അങ്ങനെ കറിവേപ്പില പറിച്ചിട്ട് കൈകൾ ഉള്ളി ഇട്ട് കൊടുക്കാം വലിയ ഉള്ളിയാണ് നമ്മളിടുന്നത് ചെറിയ ഉള്ളി ഇടണോ ചെറിയ ഉള്ളി ഇടില്ല കളർ വരട്ടെ എന്നിട്ട് നമുക്ക് ഇത് മിക്സ് കൊടുക്കാം കഞ്ഞിക്ക് നല്ല ടേസ്റ്റാക്കി ഇടുന്നത് നല്ല ടേസ്റ്റാ കഞ്ഞി കണ്ട വേല ഇതാ എന്റെ മൂല പട്ടിണിയാ കണ്ട വേല ഇതാ இரவு முழுவும் பகல் முழுவும் பனி எடுத்து கிட்டன காசுக்கு கல்லு குடிச்சு இந்த மூளை பட்டினியா கண்ட வேலாயுதா இந்த மூளை பட்டினியா கண்ட வேலாயுதா அது நல்ல
ഇന്നലെ അതങ്ങട്ടെ പച്ചമുളകല്ലേ. അപ്പൊ നമുക്ക് തീരിട്ട് കൊടുക്കാം. ഉള്ളി നല്ല ഡ്രൈ ആയി. അപ്പൊ നമുക്ക് തീരിട്ട് കൊടുക്കാം. അപ്പൊ ഇത്ര തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പൊ തേങ്ങ നല്ല മിക്സ് ആക്കി വിടാം. നല്ല ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂൺ, ചെറിയ സ്പൂണിൽ ഒരു അര സ്പൂൺ. അപ്പൊ നമുക്ക് പൊടിയുപ്പ് ഒരു ഇത്ര ഇട്ട് കൊടുക്കാം. ഒരു ഇത്ര ഇടാം. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം. ഉപ്പ് ജാസ്തിയായാലും എടുക്കാൻ പറ്റില്ല. പൊടിയെല്ലാം ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി പൊടിയും ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ഇതില് ഇങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് ഇത് വേവാണെങ്കിൽ ഇതേ വെള്ളത്തില് ഇതില് വെള്ളം വരും. ഇത് ഇതിലെ ബന്ധുള്ളൂ. ഇതിങ്ങനെ അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ചാൽ ഡ്രൈ ആയി പോകുമല്ലോ. ഇപ്പൊ ഇതിനെ മൂടി വെക്കാം. മുളക് ചൂടാണ്. ഇത് എളുപ്പ പണി. കറണ്ടിലുള്ളപ്പോ നമ്മളുടെ അമ്മയുടെ അർജന്റൊക്കെല്ലാം നമുക്ക് ഇങ്ങനെ ആക്കി കൊടുത്തതെല്ലാം എനിക്ക് കണ്ടിട്ട് അറിയും. അല്ല അപ്പോഴേ അത് ഇങ്ങനെ കയ്യിൽ ഞൗണ്ടുമ്പോ പൊടി പൊടിയാവും. വെളുത്തുള്ളി ചൂടണം അല്ലേ? നല്ല ചൂടാണ്. വെള്ളം ഈ സൈഡിൽ നിന്ന് ഒന്ന് തിരിച്ചു കൊടുക്കാം. ഒന്നുകൂടി പോട്ടെ. ഉപ്പുണ്ടാ നോക്കിട്ട് കുറച്ച് നേരം വന്നിട്ട് പുളിയാ ഒരു ലേശം പുളി ഇടാം. പുളി ഉപ്പ് ഇനി ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഇപ്പൊ ഞൗണ്ടണം അല്ലേ? അങ്ങനെ ഉണ്ടി കൊടുക്കാം. ഈ ആയിട്ട് അറിഞ്ഞിടാം. ഇങ്ങനെ പൊടി പൊടിയാക്കിയിട്ട് ഉള്ളി കുറച്ച് ഇങ്ങനെ പൊടി പൊടിയാക്കിയിട്ട് ഇതിൽ അറിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നായിട്ട് എല്ലാം കൂടി നൗണ്ട ഇത്ര തക്കാളിയും കൂടി ഇതിൽ പൊടി പൊടി അറിഞ്ഞിടാം. അപ്പൊ എരിവും പുളിയുമായിട്ട് ഈ തക്കാളിക്കും ഉള്ളിക്കും ചമ്മന്തി മാതിരി ആക്കിയിട്ട് കൂട്ടാൻ പാങ്ങണം. റെഡിയായല്ലേ? റെഡിയായി. ഇതാ സൂപ്പറായി. ഉപ്പുണ്ടോ നോക്ക്. ഉപ്പുണ്ടോ നോക്ക്. ഉപ്പ് വേണം. ലേശം ഉപ്പ്. ഇങ്ങനെ ലേശം നല്ല വറവ് റെഡി. വറവ് റെഡി. കഞ്ഞി റെഡി. ചമ്മന്തി റെഡി. റെഡി. കഞ്ഞും എല്ലാം റെഡിയായി. ചൂട് കഞ്ഞി, ചൂട് ചൂട് വറവ്, ചമ്മന്തി, പുളിച്ചമ്മന്തി. സൂപ്പറായിട്ടുണ്ടോ? സൂപ്പറാ. ചമ്മന്തി സൂപ്പർ. ചൂട് ചൂട് കഞ്ഞിയോ?
അത് ബറവും പുളി ചമ്മന്തി എരുവായിട്ട് ചുട്ട മുളകല്ല, നല്ല എരുവായിട്ട് പാങ്ങുണ്ട്. അടിപൊളിയാ. ഓ അമ്മക്ക് പായി കൊടുക്കണം. എങ്ങനെയുണ്ടോ അമ്മൻ്റെ കൈ രുചി? സൂപ്പർ. ബറവും ചമ്മന്തി രക്ഷയില്ല. രക്ഷയില്ല, ഒരു രക്ഷയില്ല അല്ലേ? ഇത് പിന്നെ നമ്മൾ കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ്. ബൈ.